ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു കിഡിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഈ വീഡിയോയിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് സേഫ് ആൻഡ് സെക്യൂറായി സൂക്ഷിക്കാമെന്നാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്ത് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചെറിയൊരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് ഇടുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഹാക്ക് ചെയ്ത് പോവില്ല. എന്നാൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരിൽ ഒരു 90% ആളുകൾക്കും ഈ ഒരു ഓപ്ഷനെ കുറിച്ച് അറിയില്ല. സോ നമ്മൾ ഈ വീഡിയോയിൽ ആ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ശേഷം ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് രണ്ടാമതായി സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ താഴേക്കൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും അവസാനം രണ്ടാമതായി യൂസ് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലായിട്ട് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ അവിടെ ഒരു ടിക്ക് മാർക്ക് ഇടുക. അടുത്തതായി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പേജ് ആയിരിക്കും വരിക. അവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റർ ചെയ്തു. ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് വരും. അവിടെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ ഫോൺ നമ്പർ അവിടെ കാണിച്ചിട്ടുണ്ടാവും ഏറ്റവും മുകളിലായിട്ട്. അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത ഫോൺ നമ്പർ അവിടെ ഉണ്ടാവും. ഇനി ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ ചേഞ്ച് ഫോൺ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ പുതിയ നമ്പർ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ നിലവിലുള്ള നമ്പർ തന്നെ ആഡ് ചെയ്തു. ശേഷം ആ ഒരു നമ്പറിലേക്ക് നമുക്കൊരു SMS വരും. ഒരു 1 ടൈം പാസ്വേഡ് കൊണ്ട് ഒരു SMS വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻ്റെ മൊബൈലിൽ ഫേസ്ബുക്കിൽ നിന്നും ഒരു SMS വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ എൻ്റെ പിന്ന് കാണാം. അതായത് 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യാനുള്ളൊരു പിന്നാണ്. അപ്പോൾ ആ പിന്ന് നമ്മൾ തൊട്ടടുത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു പേജിൽ എൻ്റർ ചെയ്യണം. ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എൻ്റെ അക്കൗണ്ടിൽ എനേബിൾ ആയിട്ടുണ്ട്. ശേഷം നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ വർക്ക് ആവുന്നതെന്ന് നോക്കാം. നിങ്ങൾ വാട്സപ്പിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതുപോലത്തെ സെയിം ഓപ്ഷൻ തന്നെയാണ് ഈ ഫേസ്ബുക്കിലെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ മൊബൈലിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം ഈ ബ്രൗസറിലൂടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസർ നെയിം ഓൾറെഡി വന്നിട്ടുണ്ട്. പാസ്വേഡ് ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ നമ്മൾ നേരത്തെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്ത ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്കാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ കറക്റ്റായി യൂസർ നെയിമും പാസ്വേഡുമാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. എന്നിട്ടും എനിക്ക് ഫേസ്ബുക്കിൻ്റെ ഹോമിലേക്ക് അല്ലെങ്കിൽ പ്രൊഫൈലിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പറയുന്നത് നമ്മുടെ ലോഗിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കൂ എന്നാണ്. ആ ഒരു ലോഗിൻ കോഡ് നമ്മൾ നേരത്തെ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു SMS ആയിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പുഷ് നോട്ടിഫിക്കേഷൻ ആയിട്ടും അത്തരത്തിലൊരു കൺഫർമേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അവിടെ താഴെ നിങ്ങൾക്ക് നോ എന്നും എസ് എന്നും പറഞ്ഞ് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നിങ്ങളവിടെ യെസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എനേബിൾ ചെയ്ത് ഇടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുകയാണ്. അതേ ടൈമിൽ തന്നെ മറ്റൊരാൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കിട്ടിയെന്ന് വിചാരിക്കുക ഫേസ്ബുക്കിൻ്റെ. സോ അദ്ദേഹം ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈലിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് എന്തായാലും കയറാൻ ശ്രമിക്കും. അപ്പോൾ ആ ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് അയാളോടും ഇത്തരത്തിലൊരു ലോഗിൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ അയാൾക്ക് എന്തായാലും അത്തരത്തിലൊരു ലോഗിൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്ന ഫോണിലായിരിക്കും ഇത്തരത്തിലൊരു മെസ്സേജ് വരിക. അപ്പോൾ ചുരുക്കം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും പാസ്വേഡും മറ്റൊരാൾക്ക് ഒരുപക്ഷെ കിട്ടിയാൽ പോലും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് അയാൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ എനേബിൾ ചെയ്തിടാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായാൽ താഴെ യൂസ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു കിഡിലൻ അറിവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം, അരുൺ.